സ്വപ്നം കാണുവാണോ? ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല. നാളെ നിന്റെ വിവാഹ നിശ്ചയോ? അതല്ലേ നീ ഓർത്തെ? ഇനിയാ നമ്മള് സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്. ഈ നിശ്ചയം പൊളിച്ചില്ലെങ്കിൽ ദക്ഷ എന്നെ കൊല്ലും. നിനക്ക് ദൈവം വിധിച്ചത് ഗോവിന്ദനെയാ. അന്ന് സച്ചിയുമായിട്ടുള്ള ബന്ധം നടക്കാതെ പോയത് നന്നായി. സച്ചിയുടെ ബന്ധുക്കൾ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ലായിരുന്നു. നിന്നെ ആഗ്രഹിച്ചു വന്നവരാ ഗോവിന്ദന്റെ അച്ഛനും അമ്മയും. അതൊരു ഭാഗ്യം തന്നെയല്ലേ? നിന്റെ കൂടെ ചേരേണ്ടത് ഗോവിന്ദ തന്നെയാ. വിഷ്ണുവും ലക്ഷ്മിയും കൂടെയല്ലേ ചേരൂ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്കിൾ എന്താ പച്ചക്കറിയൊക്കെ ആയിട്ട്? തീർന്നിട്ടില്ല. ഏത്തക്കൊലയും പച്ചക്കറിയൊക്കെ ധാരാളം കാറിലും ഇരിപ്പുണ്ട്. ആശപ്പങ്ങൾ തന്നു വിട്ടതാ. ഓ, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടെങ്കിലേ നാളത്തെ സദ്യക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിയില്ലട രാജു. പിന്നെ എല്ലാം വാങ്ങിയല്ലോ. ഇത് അതുപോലെ വിഷമടിച്ച പച്ചക്കറിയൊന്നും അല്ല. ആശപ്പങ്ങള് വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാ. അതിന് അവരെത്തിയിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അങ്കിള് വെറുതെ തള്ളിമറിക്കല്ലേ. നിനക്കെന്തറിയാടെ? നീ ഗോവിന്ദന്റെ വീട്ടിൽ വന്ന് അവിടത്തെ പറമ്പൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അങ്കിൾ ഇതും കൊണ്ട് ഇത്രയും ദൂരം വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? തന്നിട്ട് പോവാനല്ല ഞാൻ വന്നത്. പിന്നെ അതെ, നാളത്തെ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ വേണ്ടിട്ടാ. ഹലോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മാത്രം മതി. ഞാനേ നല്ലൊരു കുക്കു കൂടിയാ. പിടിക്ക നടക്ക്. ഓ അതെ മോനെ, മോൻ ചെയ്ത പണി നടക്കട്ടെ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നടക്കട്ടെ. ഇവിടത്തെ കിച്ചൺ എവിടെ? എന്തായി കാര്യങ്ങൾ? നിശ്ചയത്തിന് പുറത്തുനിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല. 2 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ആളോ ആരവോ ഇല്ലെങ്കിലും ചടങ്ങല്ലേ പ്രധാനം. ആ ചടങ്ങ് നടക്കരുത്. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി അതാ. അതെനിക്കറിയാം മാഡം. നിനക്ക് എന്തും ചെയ്യാം. നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടാവും. പക്ഷേ നാളെ ഗോവിന്ദ് ലച്ചുന്റെ വിരലിൽ മോതിരം അണിയരുത്. മംഗലശ്ശേരി വീട് വിട്ട് എച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്തിന് വിവാഹത്തിനെതിരെ നിൽക്കണം? നമ്മള് ശത്രുപക്ഷത്ത് ലച്ചുവിനെ കണ്ടിട്ടില്ല. എവിടുന്നോ വന്ന മംഗലശ്ശേരിയിൽ അടിഞ്ഞ ഒരു പെണ്ണ്. അതെ, രക്ഷയ്ക്ക് വേണ്ടത് അവളെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ലേ? വിവാഹം കഴിഞ്ഞാലും മംഗലശ്ശേരിയുമായുള്ള അവളുടെ ബന്ധം അവസാനിക്കുമെന്ന് നമ്പീശന് തോന്നുന്നുണ്ടോ? ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിന്റെ സന്തോഷ ആ വീട്ടിലുള്ള ഓരോ ആളുകളും അനുഭവിക്കുന്നത്.
ശ്രീദേവിക്ക് സ്വന്തം മകളാ ലച്ചു. ആ നിലയ്ക്ക് അവള് ഗോവിന്ദിന്റെ ജീവിതത്തിലേക്ക് പോവുള്ളൂ. അവളുടെ ഐശ്വര്യവും ഭാഗ്യവുമെല്ലാം കെടാവിളക്ക് പോലെ മംഗലശ്ശേരിയെ സംരക്ഷിക്കും. എനിക്ക് വേണ്ടത് ലച്ചു എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി മംഗലശ്ശേരി വീടിന്റെ പടിയിറങ്ങണമെന്ന. പിന്നൊരു തിരിച്ചുവരവ് അവൾക്കുണ്ടാവരുത്. അവള് പടിയിറങ്ങുന്നത് മനസ്സു നൊന്തു വേണം. നിറ കണ്ണുകളോടെ അവൾ ആ വീട്ടിൽ നിറങ്ങിപ്പോയ മംഗലശ്ശേരിക്ക് മുകളിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ വന്നു മൂടും. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഇപ്പൊ മംഗലശ്ശേരി ഗ്രൂപ്പ്സ് കുതിച്ചുയരാൻ കാരണം സഞ്ജുവിന്റെ മിടുക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലച്ചുവിന്റെ മിടുക്ക് തന്നെ അത്. തൊഴിലാളികളെ കുത്തിയിളക്കിയ യൂണിയൻ നേതാവ് ദിനകരൻ സമരത്തിൽ നിന്ന് പിന്മാറിയത് ലച്ചുവിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ചില തൊഴിലാളികൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ദിനകരനുമായി ഞാൻ ഈ വീട്ടിൽ വെച്ച് സംസാരിച്ചത് ഒളിഞ്ഞു നിന്ന് ലച്ചു ഷൂട്ട് ചെയ്തിരുന്നു. ദക്ഷ എന്താ ഈ പറയണേ? ആ കുട്ടി ഇവിടെ വന്ന് എങ്ങനെ ഷൂട്ട് ചെയ്തു? ദിനകരനെ അവളത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള സംസാരവും അയാൾ പണം വാങ്ങുന്നതും ആ വീഡിയോയിലുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കും. കാരണം അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ. ഇപ്പൊ അവളുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ സംശയം പറഞ്ഞ ഞാനത് തള്ളിക്കളയില്ല. മംഗലശ്ശേരി തറവാടിന് വേണ്ടിയാ അവള് ജന്മം കൊണ്ടത്. പറയാൻ എനിക്കും അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എത്ര വട്ടമാണ് ഞാൻ ആ പെണ്ണിനെ തീർത്തു കളയാൻ ശ്രമിച്ചത്. മൂന്നാറിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ചതാ. പക്ഷേ ജീവനോട് അവള് തിരിച്ചു വന്നില്ലേ? അല്ല, എന്താ ദക്ഷ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്? ചടങ്ങുകൾ മുടക്കാൻ തന്നെയാണോ? നാളെ മംഗലശ്ശേരിയിൽ നടക്കാൻ തീരുമാനിച്ച ആ ചടങ്ങ് നടക്കരുത്. എനിക്കത് തടഞ്ഞേ തീരൂ. നമുക്കതിന് എങ്ങനെ കഴിയും? വഴി തേടി കണ്ടെത്തണം നമ്പീശ. പയ്യന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ എന്തെങ്കിലും കിണിപ്പെടുത്താനേ പറ്റൂ. അല്ലാതെ മംഗലശ്ശേരി കടന്നു കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടീമിനെ പണിയേൽപ്പിക്കുന്നതാണ് നല്ലത്. ടീമായിട്ടൊന്നും വേണ്ട. ഏട്ടൻ ഒരാളെ ഏർപ്പാടാക്കി തന്നാ മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചടങ്ങിന് വരുന്നവരെ വഴിയിൽ തടഞ്ഞ് നാണം കെട്ട് പോകാൻ പാടില്ല. അല്ല, മറ്റെന്തെങ്കിലും വഴിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വഴി ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. സുനന്ദയെ മംഗലശ്ശേരിയിൽ കടത്തിവിട്ടത് അതിനൊക്കെ വേണ്ടി തന്നെയാ. ചടങ്ങിന് മുൻപ് ഗോവിന്ദിനെ മാത്രം പുറത്തിറക്കാനുള്ള കളി സുനന്ദയെ വെച്ച് ഞാൻ ചെയ്യും. മോളെ, ഞങ്ങള് വന്നതൊന്നും മോൾ അറിഞ്ഞില്ലേ? കുറച്ചു മുമ്പ് ഞാൻ റൂമിലേക്ക് വന്നതേ ഉള്ളൂ. ഞാൻ കരുതി മോൾ ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന്. അതിന് ഇനി സമയമുണ്ടല്ലോ അമ്മേ. മോളുടെ വിഷമം എനിക്കറിയാം. ഒരു രണ്ടാം കെട്ടുകാരിയായിട്ടല്ല മോളെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലേ വേണ്ട. ഒരു സങ്കടവും മോക്ക് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എനിക്ക് നീ എന്റെ മോള് തന്നെയാ. ഗോവിന്ദ് ഇന്നേ വരെ ഒരു പെൺകുട്ടിയെയും കാണാൻ പോയിട്ടില്ല. അവൻ കണ്ടിഷ്ടപ്പെട്ടത് നിന്നെ മാത്രമാ.
ഒരു കുടുംബത്തിലെ എല്ലാവരും നിന്നെ മരുമകളായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുക. എനിക്കിപ്പോഴും അറിയില്ലമ്മേ ഞാൻ അതിന് യോഗ്യയാണോ എന്ന്. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എനിക്ക്. കല്യാണം കഴിയുമ്പോൾ മോളുടെ ഈ ചിന്തകളൊക്കെ മാറിക്കോളും. നിന്നെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നെന്ന് മോൾക്ക് അപ്പം മനസ്സിലാവും. മോള് ഈ സങ്കടമൊക്കെ മറന്നിട്ട് പോയി ഡ്രസ് ചെയ്യ്. അമ്മ ശ്രീദേവി ഒന്ന് കണ്ടിട്ട് വരാം. ഉം? ആ, എന്തായി കാര്യങ്ങൾ? ഇതുവരെ ഒന്നും നടന്നില്ല മാഡം. നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടും നിനക്കിതുവരെ ഒന്നും ചെയ്യാനായില്ലേ? എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല മാഡം. കഷ്ടം. നിന്നെ അവിടേക്ക് ഞാൻ തുറന്നു വിട്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ നാണാവില്ലേ? 1-2 ശ്രമം ഞാൻ നടത്തി നോക്കിയതാ. അപ്പോ ലച്ചുവിനെ ഹോസ്പിറ്റലാക്കാനുള്ള വഴികളായിരുന്നു. അതൊന്നും വർക്കൗട്ടായില്ല. പയ്യനും കൂട്ടരും എത്തിയോ? അവര് വന്നു. കൂടുതൽ പേരൊന്നുമില്ല. ദേ, ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ഗോവിന്ദനെ എനിക്ക് പുറത്ത് കിട്ടണം. എന്ത് വേണമെന്ന് മാഡം പറയൂ. പിടിക്കപ്പെട്ട അവരെന്നെ ജീവനോടെ വച്ചേക്കില്ല മാഡം. ഈ വിവാഹ നിശ്ചയം നടന്ന നിന്നെ ഞാനും ജീവനോടെ വെച്ചേക്കില്ല. മാഡം അത് പിന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക അറിയാലോ. ആ അറിയാം മാഡം. ശരി. ഇത് തന്നെയായിരിക്കും ഗോവിന്ദന്റെ മുറി.
പിന്നെ ഇതെവിടെ പോയി കാണും? ഗോവിന്ദ, അമ്മേ, അല്ല മോൾ ഒരുങ്ങിയില്ലേ? ആ ഞാൻ ഒരുങ്ങി അമ്മേ. ഇത്രയൊക്കെ മതി. അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങാൻ വന്നതാ. മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് ശരിയാ. എന്നാലും എനിക്ക് ഏറ്റവും സ്നേഹമുള്ള അമ്മയെ കണ്ട് ആദ്യം അനുഗ്രഹം വാങ്ങണമെന്ന് തോന്നി. എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് സന്തോഷാ വേണ്ടത്? അമ്മേ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോൾക്ക് നല്ലതേ വരും. ഗോവിന്ദത്തുള്ള എന്റെ മോളുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ളതായിരിക്കും മോളെ. എന്റെ ലച്ചുമോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയ ഗോവിന്ദ് ശരിക്കും ഭാഗ്യവാന്. നീ എന്റെ മരുമകളാകേണ്ട പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ആകാത്തത് എന്റെ ഭാഗ്യദോഷം. സത്യത്തിൽ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്താ അമ്മേ, അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? ഈ കുടുംബത്തിന്റെ ഐശ്വര്യം മോള്. എനിക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ മനഃപൂർവ്വം ഈ വീട്ടിൽ പിടിച്ചു നിർത്തിയെന്ന് നിനക്ക് തോന്നിയോ? ഷോ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ സ്നേഹം കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമല്ലേ അമ്മേ? ഈ കുടുംബത്തിൽ എത്തപ്പെടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. അമ്മയുടെ ചേച്ചിയുടെയൊക്കെ സ്നേഹത്തിന്റെ മുന്നില് ഇത്രയും നാള് കഴിയാൻ ഭാഗ്യം ഉണ്ടായില്ലേ? അത് ഏറ്റവും നല്ല കാലായിട്ടാണ് ഞാൻ കരുതുന്നത്. അമ്മേ, ഞാൻ ഇവിടുന്ന് പോയാലും എന്നെ എന്റെ അമ്മ മറക്കരുത്. എന്താ മോളെ നീ പറയുന്നത്? മോളെ ഞാൻ മറക്കാനോ? എന്നും അമ്മയോടുള്ള സ്നേഹം എന്റെ മനസ്സിലുണ്ടായിരിക്കും. ഉറപ്പാ അത്. എന്റെ സഞ്ജുവിന്റെ സ്ഥാനത്ത് തന്നെയാ ഇപ്പൊ ഗോവിന്ദു. ഇനിയും മോള് ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഇനിയും അങ്ങനെ ഞാൻ പറഞ്ഞ അതെന്റെ ഏറ്റവും വലിയ സ്വാർത്ഥതയാവും. ഞാൻ മോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഈ ലോകത്ത് എവിടെയായിരുന്നാലും എന്റെ മോള് സന്തോഷായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞാ മതി. അതെ, ഇനി ഇവിടെ എങ്ങനെ നിന്നാ പറ്റില്ല. മോള് വാ, ഞാൻ നിന്നെ ഇത്തിരി കൂടെ ഒന്ന് ഒരുക്കാം. ചടങ്ങുകൾ തുടങ്ങാറായെന്ന് തോന്നുവാ. എന്റെ മോള് സുന്ദരിയായിട്ട് പോണ്ടേ? ഞാൻ എത്ര നാളായി കൊതിച്ചതാ ഈ ദിവസം. എന്റെ ലച്ചു എന്റെ സ്വന്തമാവാൻ പോവാ. ദേവി, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മനസ്സറിഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം തന്നിരിക്കുന്നത്